Bay of Bengal Initiative for Multi-Sectoral and Technical Economic Cooperation. ഈ ബേ ഓഫ് ബംഗാൾ എന്നുള്ള ആ ഒരു റീജിയൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഷെയർ ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം ജോയിൻ്റ്ലി ഫോം ചെയ്തിട്ട് ആൻഡ് ദേ തോട്ട് ഓഫ് ഇൻ ഓർഡർ ടു ഗെറ്റ് മാക്സിമം ഔട്ട് ഓഫ് ദിസ് ബേ ഓഫ് ബംഗാൾ റീജിയൻ. ബേ ഓഫ് ബംഗാൾ റീജിയൻ്റെ ആ ഒരു പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ദേ ക്യാൻ ബ്രിങ് ആൻ എക്കണോമിക് as well as security, as well as some kind of technical cooperation among the member states, and this is actually the core aspect of BIMSTEC. Okay. അപ്പോൾ BIMSTEC എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബേ ഓഫ് ബംഗാൾ റീജിയൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് രാജ്യങ്ങൾ ഫോം ചെയ്ത ഒരു കൈൻഡ് ഓഫ് റീജിയണൽ ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിലേക്കൊക്കെ പോവാം. അപ്പോൾ ഇനി ഈ ബേ ഓഫ് ബംഗാൾ റീജിയൻ ശരിക്കും നമ്മൾ ഇപ്പോൾ ഏൻഷ്യൻ ടൈംസിൽ നോക്കിയാലും മിഡീവിയൽ ടൈംസിൽ നോക്കിയാലും okay, even in the modern era we can see that these nations are integrated, right, with this through this Bay of Bengal region. അല്ലേ? Ancient times il nokku, take the case of Chola Empire, right? Chola Empire time we can see that all this region, the south region, okay, South Indian region, and this Myanmar, Thailand, Indonesia, Malaysia, all those regions were under the control of Chola, right? And Chola was actually ruling all these regions, and this Bay of Bengal region, they call it as Chola Lake, right? ചോള ലേക്ക് എന്നായിരുന്നു ആ ഒരു ടൈമിൽ അറിയപ്പെടുന്നത്. അതായത് ചോളയുടെ എല്ലാ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഈ ഈസ്റ്റേൺ സൈഡിൽ എത്തിയത് ഇറ്റ് ഈസ് ത്രൂ ദിസ് ബേ ഓഫ് ബംഗാൾ റീജിയൻ. സോ ബേ ഓഫ് ബംഗാൾ പ്ലേഡ് എ പ്രോമിനന്റ് റോൾ ഇൻ ഏൻഷ്യൻ ടൈംസ് ഇൻ ഓർഡർ ടു ഇൻറ്റഗ്രേറ്റ് ദിസ് റീജിയൻ എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കലി. അപ്പോൾ ആ ഒരു കാലഘട്ടം തൊട്ടേ ഈ പറയുന്ന പോലെ ബേ ഓഫ് ബംഗാൾ റീജിയൻ ഈ രാജ്യങ്ങളെ എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നൗ കമ്മിങ് ഓൺ ടു ദിസ് ബ്രിട്ടീഷേഴ്സിൻ്റെ ടൈമിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ എക്കണോമിക് പർപ്പസിന് വേണ്ടി ദേ യൂസ് ദിസ് ബേ ഓഫ് ബംഗാൾ റീജിയൻ ടു ഇൻറ്റഗ്രേറ്റ്, ടു ജോയിൻ ഓൾ ദീസ് നേഷൻസ്, അല്ലേ? അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാമോ? ബ്രിട്ടീഷേഴ്സിൻ്റെ ടൈമിൽ, അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ ടൈമിൽ നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന പോലെ മ്യാൻമാർ റീജിയൻ, തായ്ലൻഡ്, ആസ് വെൽ ആസ് ദിസ് ഇന്തോനേഷ്യ, മലേഷ്യ, അവിടെയൊക്കെ ഈ പ്ലാന്റേഷൻ ക്രോപ്സ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ബ്രിട്ടീഷേഴ്സിൻ്റെ മെയിൻ എക്കണോമിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്ലാന്റേഷൻ ക്രോപ്സിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോഫിറ്റ് ആയിരുന്നു. സോ ദേ നീഡ് വർക്കേഴ്സ്. ആ വർക്കേഴ്സ് എവിടെ നിന്നായിരുന്നു വന്നത്? ദാറ്റ് വാസ് ആക്ച്വലി ഫ്രം ഇന്ത്യ. ആൻഡ് they traveled through this Bay of Bengal region and they reached this Myanmar and Thailand and all other regions, right? അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഈ പോയ ആൾക്കാർ അവിടെ ചെന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഐഡന്റിറ്റി അവർ ബിൽഡ് ചെയ്യായിരുന്നു, അല്ലേ? ദേ ട്രൈ ടു ഇൻറ്റഗ്രേറ്റ് ഓൺ ടു ദി culture of either it is Burma or it is Thailand or it is Indonesia or it is Malaysia. Even right now we can see, അല്ലേ, ഈ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു കൾച്ചറൽ ഇൻറ്റഗ്രിറ്റി നമുക്ക് കാണാൻ കഴിയും, അല്ലേ? കുറേ ഇന്ത്യൻസ് അവിടെ പോയി സെറ്റിൽ ആവുന്നു ആൻഡ് ദേ വെയർ ആക്ച്വലി ദി പാർട്ട് ഓഫ് ദോസ് നേഷൻസ്, ബട്ട് സ്റ്റിൽ വി ക്യാൻ സീ ദോസ് കൾച്ചർ വെയർ ആക്ച്വലി പ്രിസർവ്ഡ്, റൈറ്റ്? അപ്പോൾ അവിടെ ഒരു എക്കണോമിക് ഇൻറ്റഗ്രിറ്റിക്ക് ഉപരി ഒരു കൈൻഡ് ഓഫ് കൾച്ചറൽ ഇൻറ്റഗ്രിറ്റിയും കൂടി ഈ ഒരു റീജിയനിൽ, ഈ ഒരു സൗത്ത് ഏഷ്യൻ റീജിയൻ ഇൻക്ലൂഡിങ് ദിസ് ബേ ഓഫ് ബംഗാൾ റീജിയനിൽ നമുക്ക് കാണാൻ കഴിയുണ്ടായി, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചറൽ ഇൻറ്റഗ്രിറ്റി, ഒരു എക്കണോമിക് ഇൻറ്റഗ്രിറ്റി ഒക്കെ വന്നപ്പോൾ ബ്രിട്ടീഷേഴ്സിൻ്റെ ടൈമിലും വി ക്യാൻ സീ ഓൾ ദീസ് റീജിയൻസ് ഗോട്ട് യൂണിഫൈഡ്, ഓക്കെ, ഇൻ കേസ് ഓഫ് എക്കണോമിക് ആസ്പെക്ട്, ഇൻ കേസ് ഓഫ് കൾച്ചറൽ ആസ്പെക്ട്. അപ്പോൾ ജനങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി ആ ഒരു റീജിയനിൽ. അപ്പോൾ ശരിക്കും ബിംസ്റ്റെക്കിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആ ഒരു യൂണിയൻ്റെ, ആ ഒരു കോർപ്പറേഷൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഏൻഷ്യൻ ടൈംസിൽ ചോളാസിൻ്റെ ടൈമിൽ തുടങ്ങിയതാണ്. എന്നിട്ട് ബ്രിട്ടീഷേഴ്സിൻ്റെ ടൈം വന്നു. പക്ഷേ ആഫ്റ്റർ ദി വേൾഡ് വാർ II 1945 ശേഷം നമുക്ക് ഈ പറയുന്ന പോലെ ഡീകോളനൈസേഷൻ വന്നപ്പോൾ, എന്താണ് ഡീകോളനൈസേഷൻ? വാട്ട് യു മീൻ ബൈ ഡീകോളനൈസേഷൻ? അതെ, വേറൊന്നുമല്ല, ഈ പറയുന്ന പോലെ സൗത്ത് ഏഷ്യൻ റീജിയനും ഏഷ്യൻ റീജിയനും ഈസ്റ്റ് ഏഷ്യൻ റീജിയനും ദേ വെയർ ആക്ച്വലി ദി കോളനീസ് ഓഫ് ദിസ് യൂറോപ്യൻസ്, റൈറ്റ്? അപ്പോൾ വേൾഡ് വാർ II എൻഡിലായപ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഓൾ ദീസ് യൂറോപ്യൻ പവേഴ്സ് ദേ വെൻറ്റ് ഔട്ട് ഓഫ് ദിസ് റീജിയൻ, അവരവരുടെ നാട്ടിലേക്ക് പോയി. Okay, and we can see that new small countries had emerged in this region. ആ പുതിയ രാജ്യങ്ങൾ ഫോം ചെയ്യാൻ തുടങ്ങി, പുതിയ നേഷൻസ് ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പുതിയ നേഷൻസ് ഫോം ചെയ്തപ്പോൾ ഒരു നാഷണൽ ഐഡന്റിറ്റി ഇവർക്കെല്ലാം വരാൻ തുടങ്ങി. ദാറ്റ് ഇവൻച്വലി ഡിറ്റീരിയേറ്റഡ് ദിസ് integrity, this common economic integrity, common cultural integrity of this South Asian and this Southeast Asian countries. Okay, അത് മാത്രമല്ല 1945 ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പറയുന്ന പോലെ വേൾഡ് ഒരു രണ്ട് സെക്ടറായിട്ട്, അല്ലേ, രണ്ട് സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കാണാൻ കഴിയും. One is the capitalist supported group, other one is the communist supported group. Like capitalist supported group was headed by USA
and the communist supported group was headed by USSR. അപ്പോൾ ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ കുറേ രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ ക്യാപിറ്റലിസ്റ്റ് സപ്പോർട്ടഡ് USA സൈഡിലേക്ക് പോയി, കുറേ രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടഡ് USSRൻ്റെയും ചൈനയുടെയും സൈഡിലേക്ക് പോയി. അപ്പോൾ ഒരു പോളറൈസേഷൻ ഈ ഒരു റീജിയനിൽ കാണാൻ കഴിയും. ചില രാജ്യങ്ങൾ ഈ പറയുന്ന പോലെ എക്സ്പെഷ്യലി ഇന്ത്യ ആൻഡ് ദസ് ഇന്തോനേഷ്യ, they actually focused not to align with any of these groups. അതായത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് സൈഡിലേക്കും പോയില്ല, ക്യാപിറ്റലിസ്റ്റ് സൈഡിലേക്കും പോയില്ല. അവർ ഈ പറയുന്ന പോലെ ഒരു അലൈൻമെൻറ്റിലേക്കും പോവാതെ അവർ നോൺ അലൈൻഡ് ആയിട്ട് നിൽക്കാനുള്ള ഒരു തീരുമാനം എടുക്കുമായിരുന്നു. അപ്പോൾ ഓൾറെഡി പൊളിറ്റിക്കൽ സിനാരിയോ തന്നെ മാറിക്കഴിഞ്ഞു അല്ലേ. രാജ്യങ്ങൾ ബോർഡർ കഴിയുമ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ സിനാരിയോ മാറുന്ന സിറ്റുവേഷൻ ദാറ്റ് ഇവഞ്ച്വലി ബ്രോക്ക് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ദിസ് ബേ ഓഫ് ബംഗാൾ റീജിയൻ. ഈ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയനിൽ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ സീ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ അവരെന്ത് പറ്റി, അവർക്ക് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ഐഡിയോളജിയൊക്കെ അവരിലേക്ക് ഇൻഫ്ലുവൻസ് വന്നപ്പോൾ ഒരു നേഷൻ, ഒരു രാജ്യം എന്നുള്ള നാഷണലിസം എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് എക്സ്ട്രീം ആയപ്പോൾ ദേ ട്രൈ ടു സ്പ്ലിറ്റ്. അങ്ങനെ ഈ ഒരു എക്കണോമിക് ഇൻ്റഗ്രിറ്റിയും ഈ ഒരു കൾച്ചറൽ ഇൻ്റഗ്രിറ്റിയും ഒക്കെ നശിക്കുകയുണ്ടായി. അതിനെ സംബന്ധമായിട്ടുള്ള കുറേ നെഗറ്റീവ് ഈവൻസ് ഈ ഒരു റീജിയനിൽ നടക്കുകയുണ്ടായി അല്ലേ. ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ത്യ മ്യാൻമാർ റിലേഷൻസ് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യും. അതായത് തമിലിയൻ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്ത അട്രോസിറ്റീസ് ഇൻ മ്യാൻമാർ, റൈറ്റ്. ഒരു സമയത്ത് മ്യാൻമാറിൽ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ മാറ്റി അവിടെ ഒരു മിലിറ്ററി കൂപ്പ് വരുന്ന സമയത്ത്, ഒരു മിലിറ്ററി ജുണ്ട ഈ പറയുന്ന പോലെ ഒരു പവറിലേക്ക് വരുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് all people in Myanmar or in Burma, they all outsiders, they call them as outsiders. അവർ പണ്ട് തൊട്ടേ ബ്രിട്ടീഷേഴ്സ് അവിടെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയ ആൾക്കാരായിരുന്നു, ഇന്ത്യൻസ് ആയിരുന്നു. ആൻഡ് they were actually conducting trade and other activities in Burma. പക്ഷെ ഒരു രാവിലെ വന്നിട്ട് പറയുകയാണ് എല്ലാ ഇന്ത്യൻസും ഇവിടെ നിന്ന് പോകണം എന്നുള്ളത്. ഓക്കെ, എവറി ഇന്ത്യൻ ഷുഡ് ലീവ് ദിസ് ബർമ. അങ്ങനെ ഒരു ഓർഡർ ആരിട്ടു, ഈ പറയുന്ന പോലെ നമ്മുടെ ബർമീസ് അതോറിറ്റീസ്, അതല്ലെങ്കിൽ നമുക്ക് പറയാം മിലിറ്ററി ജുണ്ട, അങ്ങനെ ഒരു ഓർഡർ ഇടുകയുണ്ടായി. ദാറ്റ് ഇവൻച്വലി ലീഡ്സ് ടു ടെൻഷൻ. ഓക്കെ, ദാറ്റ് ഇവൻച്വലി ലീഡ്സ് ടു ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് ബിറ്റ്വീൻ ദിസ് ബർമ ആൻഡ് ഇന്ത്യ. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ. ഓക്കെ, എന്നാൽ അത് ഈ പറയുന്ന പോലെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറി. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദിസ് ബേ ഓഫ് ബംഗാൾ റീജിയൻ ഗോട്ട് ഫ്രാഗ്മെൻറ്റഡ്. ബേ ഓഫ് ബംഗാൾ റീജിയനിൽ ആ ഒരു യൂണിറ്റി നശിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു ബിംസ്റ്റെക് റീജിയൻ്റെ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ റീജിയൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ബിംസ്റ്റെക്കിൻ്റെ ആ ഒരു ജെനസിസ് കിടക്കുന്നത് ഏൻഷ്യൻ ടൈംസിലാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്റ്റോറി നിങ്ങളടുത്ത് പറഞ്ഞത്. ഓക്കെ, ഓൾ റൈറ്റ്. നൗ കമ്മിങ് ടു ദിസ് അബൌട്ട് ദി ബിംസ്റ്റെക്. നോക്കേ, 22% of the world population, right? 22% of the world population residing in this region. അതായത് 22%, ലോകത്തെ 22% പോപ്പുലേഷൻ ഈസ് ആക്ച്വലി ഇൻ ദിസ് ബേ ഓഫ് ബംഗാൾ റീജിയൻ. ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളിലാണ് വേൾഡിലെ 22% ഓഫ് ദി പോപ്പുലേഷൻ. പക്ഷേ വി ക്യാൻ സീ ദാറ്റ് ഓൺലി 4% ഓഫ് ദി വേൾഡ് GDP, only 4% of the world GDP is contributed by these nations. ഈ രാജ്യങ്ങൾ വെച്ചിട്ട് only 4% of the world GDP, 4% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഇവൻച്വലി ഷോസ് ദാറ്റ് വി ക്യാൻ, നമുക്ക് ഇനിയും നല്ലതുപോലെ പെർഫോം ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. 22% ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഓൺലി കോൺട്രിബ്യൂട്ടിംഗ് 4% ഓഫ് ദി ഗ്ലോബൽ GDP, ആൻഡ് ദാറ്റ് ഇവൻച്വലി ഷോസ് ദാറ്റ് ബിംസ്റ്റെക് നീഡ് ടു പെർഫോം വെൽ. ഓക്കെ, എന്നിട്ട് 1/4 of the world trade goods cross every year this Bay of Bengal region here. And 6 ഫോക്കസ് ഏരിയ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. 6 അല്ലാതെ 7 ഫോക്കസ് ഏരിയാസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതാണ്, അതായത് ബിംസ്റ്റെക് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ മീൻസ് ഇങ്ങനെ ഒരു എക്കണോമിക് ഇൻ്റഗ്രിറ്റി ഒക്കെ ഉണ്ടായിരുന്നത് ഒരു സമയത്ത് സ്പ്ലിറ്റ് ആയിപ്പോയി, ഒരു സമയത്ത് നശിച്ചു പോയിട്ട് അവർ തിരിച്ചു വരുന്നതിൻ്റെ ആവശ്യകതയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വേൾഡിൽ 22% പോപ്പുലേഷൻ വസിക്കുന്ന ഒരു ഏരിയ, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഓൺലി 4% ഓഫ് ദി വേൾഡ് GDP, റൈറ്റ്. അപ്പോൾ ബിംസ്റ്റെക്കിലെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്സിന് മനസ്സിലാക്കി ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ good, right? അവർക്ക് ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. They can increase their GDP, they can increase their contribution towards the world, they can flourish more. അങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ് അവരുടെ മൈൻഡിലേക്ക് വന്നപ്പോൾ they thought of reviving the എന്താണ്, reviving the diluted, right? Reviving this diluted integrity, diluted economic integrity of this Bay of Bengal region. ആ നശിച്ചു പോയ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാണാനില്ലാതെ പോയ ആ ഒരു എക്കണോമിക് ഇൻ്റഗ്രിറ്റി, ആ ഒരു സോഷ്യൽ ഇൻ്റഗ്രിറ്റി, ആ ഒരു കൾച്ചറൽ ഇൻ്റഗ്രിറ്റി, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരു തീരുമാനം ഈ രാജ്യങ്ങളുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്സ് എല്ലാം കൂടെ എടുക്കുകയായിരുന്നു. അങ്ങനെ 1997
the first initiative started and it is known as BIMSTEC. Okay, എന്താണ് BIMSTEC എന്നായിരുന്നു ആ ഒരു ഇനിഷ്യേറ്റീവിന്റെ പേര്. എന്ത്? BIMSTEC. B for Bangladesh and I for India, S for Sri Lanka and T for Thailand. B for Bangladesh, I for India, S for Sri Lanka and T for Thailand Economic Corporation. അപ്പോൾ ഈ 4 രാജ്യങ്ങളെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. They thought of, we need to revive that grouping, right? We need to revive that old economic, a common economic agenda. We need to revive all those things which were good in the past. അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്ന് ഉള്ള ഒരു തോട്ട് പ്രോസസ്സിൽ in 1997, in June 1997, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ജൂൺ 1997 ഈ പറയുന്ന പോലെ BIMSTEC എന്നുള്ളൊരു ഓർഗനൈസേഷന് വഴിതെളിക്കുകയായിരുന്നു. Okay, that happened in 1997. BIMSTEC ആരൊക്കെയായിരുന്നു? ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. Then later on in December 1997, Myanmar also joined the group. അപ്പോൾ എം എന്ന് പറഞ്ഞ ഒരു ലെറ്ററും കൂടെ വന്നപ്പോൾ again we call them as BIMSTEC. എമ്മും കൂടെ വന്നു. അതായത് ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കണോമിക് കോർപ്പറേഷൻ. സോ അതെന്നാണ് നടന്നത്? ഡിസംബർ 1999 മ്യാൻമാർ ജോയിൻ ദി ഗ്രൂപ്പ്. മ്യാൻമാർ ഈ പറയുന്ന പോലെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു. ആൻഡ് ദസ് ദ നെയിം BIMSTEC. ഓക്കെ, BIMSTEC എന്നുള്ള ഒരു അക്രോണിം വന്നത് that happened in 1997. പക്ഷേ 2004 we can see that the Nepal and Bhutan also become full members. അതായത് 2004 പിന്നെ ആര് വന്നു ഈ ഓർഗനൈസേഷനിലേക്ക്? ലുക്ക് ഹിയർ, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. അപ്പോൾ നേപ്പാളും ഭൂട്ടാനും 2004 ജോയിൻ ചെയ്തു. പക്ഷേ അക്രോണിം അവർ ചേഞ്ച് ചെയ്തില്ല. അതിന് പകരം അതിന് വേറൊരു ഡെഫിനിഷൻ കൊടുക്കുകയായിരുന്നു. അതായത് ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നുള്ള നെയിം മാറ്റി അതിന് വേറൊരു ഡെഫിനിഷൻ കൊടുക്കുകയായിരുന്നു. അതായിരുന്നു എന്ത്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ. ഓക്കെ, മനസ്സിലായോ? അതായത് BIMSTEC എന്നുള്ള ഒരു അക്രോണിം മാറ്റാതെ ഈ 2 രാജ്യങ്ങളെയും കൂടെ ആഡ് ചെയ്തിട്ട് പക്ഷേ ആ ഒരു അക്രോണിമിന് വേറൊരു ഡെഫിനിഷൻ കൊടുക്കുകയായിരുന്നു. അതെന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ. ബേ ഓഫ് ബംഗാൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കൽ എക്കണോമിക് കോർപ്പറേഷൻ. മൾട്ടി സെക്ടർ, ഈ ഒരു കീവേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടി സെക്ടോറിയൽ അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. BIMSTEC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനെ ബാക്കിയുള്ള ഓർഗനൈസേഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആക്കുന്നതും ഈ ഒരു ഫീച്ചറാണ്, മൾട്ടി സെക്ടോറിയൽ. സാർക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ BIMSTEC കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കീവേഡ് കൊണ്ടാണ്, മൾട്ടി സെക്ടോറിയൽ. അതെന്താണെന്നുള്ളത് നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യും. സോ ഫ്രം BIMSTEC ടു BIMSTEC that happened in 2004. 2004 BIMSTEC അതായത് ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്ന് മാറിയിട്ട് 2004 ഫൈനലി ദി അഡീഷൻ ഓഫ് Nepal and Bhutan, then the acronym changed. The explanation of this acronym changed to Bay of Bengal Initiative for Multi-Sectoral Technical and Economic Corporation. That changed like that. Okay. So the idea of BIMSTEC also gained prominence after 2016 Uri attack. നമ്മൾ സാർക്കിൻ്റെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സാർക്കിൻ്റെ നെഗറ്റീവ്സ് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അതായത് ഇൻ ദി ഇയർ 1997 ഈ പറയുന്ന പോലെ BIMSTEC എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിംഗ് ഫോം ചെയ്തു. ആ ഒരു ടൈമിൽ ഈ ഒരു ഗ്രൂപ്പിംഗ് ഫോം ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ജസ്റ്റ് എ സബ് റീജിയണൽ ഓർഗനൈസേഷൻ. ഓൾറെഡി സാർക്ക് വാസ് ഇൻ പ്രോമിനന്റ് റോൾ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് സാർക്ക് ഈ പറയുന്ന പോലെ സൗത്ത് ഏഷ്യയിൽ ഒരു മേജർ റീജിയണൽ ഓർഗനൈസേഷൻ ആകുകയായിരുന്നു. എല്ലാ രാജ്യങ്ങളും സാർക്കിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, ആരും BIMSTECന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഓർഗനൈസേഷൻ വാസ് എ സബ് റീജിയണൽ ഓർഗനൈസേഷൻ ഡ്യൂറിങ് ഹെർ ഇൻസെപ്ഷൻ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, തുടക്ക സമയത്ത് ഈ പറയുന്ന പോലെ ഒരു സബ് റീജിയണൽ ഓർഗനൈസേഷൻ ആയിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിയും തോറും വി ക്യാൻ സീ ദാറ്റ് ന്യൂ മെമ്പേഴ്സ് ഗോട്ട് ആഡഡ്. പക്ഷേ ന്യൂ മെമ്പേഴ്സ് ആഡ് ചെയ്തിട്ടും ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലായിരുന്നു. ബിക്കോസ് അഗെയിൻ സാർക്ക് വാസ് ഇൻ പ്രോമിനന്റ് റോൾ. പക്ഷേ വി ക്യാൻ സീ ദാറ്റ് ദിസ് ഫൗൾ പ്ലേ ഓഫ് പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ്റെ ഈ പറയുന്ന ഒരു ഫൗൾ പ്ലേ സാർക്കിലേക്ക് വന്നപ്പോൾ ഇന്ത്യ തോട്ട് ഓഫ് മേക്കിംഗ് ആൻ അനദർ റീജിയണൽ ഓർഗനൈസേഷൻ. ഇന്ത്യ അങ്ങനെയാണ് ഈ പറയുന്ന പോലെ BIMSTECന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. അതായത് സാർക്കിൽ പാകിസ്ഥാനുണ്ട്, ഇന്ത്യ കൊണ്ടുവരുന്ന ഏത് പ്രോജക്ട്സിനെയും ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ വീറ്റോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ ടേക്ക് ദി കേസ് ഓഫ് സൗത്ത് ഏഷ്യൻ കണക്ടിവിറ്റി പ്രോജക്ട്. നമ്മൾ സാർക്കിൽ പഠിച്ചതായിരുന്നു, അത് ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇന്ത്യ സെഡ് ദാറ്റ് വി വിൽ ഫണ്ട് ദാറ്റ് പ്രോജക്ട്. പക്ഷേ
പാകിസ്ഥാൻ പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല ബിക്കോസ് അവർക്ക് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടെന്ന്. നൗ ടേക്ക് ദി അനദർ പ്രോജക്റ്റ് ദാറ്റ് ഇസ് സാർക്ക് സാറ്റലൈറ്റ് പ്രോജക്റ്റ്. സാർക്കിൻ്റെ സാറ്റലൈറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ദിസ് സാർക്ക് സാറ്റലൈറ്റ് പ്രോജക്റ്റ്? വേറൊന്നുമല്ല, ദിസ് സാറ്റലൈറ്റ്, ഓക്കെ, സാർക്കിൻ്റെ പേരിൽ ഒരു സാറ്റലൈറ്റ് നമ്മൾ സ്പേസിലേക്ക് ലോഞ്ച് ചെയ്യും വിത്ത് ദി സപ്പോർട്ട് ഓഫ് ഇസ്രോ, ആൻഡ് ദാറ്റ് സാറ്റലൈറ്റ് വിൽ ലുക്ക് ഓൺ ടു ഓൾ ദോസ് ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി ദിസ് എഡ്യൂക്കേഷൻ, ദെൻ ഹെൽത്ത്, അതിന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ബേസിക് സപ്പോർട്ടും ആ ഒരു സാറ്റലൈറ്റ് വഴി കൊടുക്കാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. ഇൻ ഓർഡർ ടു ഇൻറ്റഗ്രേറ്റ് ദിസ് റീജിയൻ, ഇൻ ഓർഡർ ടു ഇൻറ്റഗ്രേറ്റ് ദിസ് സൗത്ത് ഏഷ്യൻ റീജിയൻ, ആ ഒരു സാറ്റലൈറ്റ് വഴി നടത്താനായിരുന്നു ഇന്ത്യയുടെ പ്ലാൻ. അതായത് എഡ്യൂക്കേഷൻ്റെ കാര്യം അറിയാം, ഓൾറെഡി ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷന് മാത്രമായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഭയങ്കര സ്പീഡി ആവും അല്ലേ. റിമോട്ട് റീജിയൻസിൽ നല്ല എഡ്യൂക്കേഷൻ, നല്ല പ്രൊഫസേഴ്സിൻ്റെ ലെക്ചറേഴ്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. സോ അങ്ങനെയുള്ള നല്ല നല്ല ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നു. ആൻഡ് നൗ ടേക്ക് ദി കേസ് ഓഫ് മെഡിസിൻ. മെഡിസിൻ ആണെങ്കിൽ എങ്ങനെയാണ് ഒരു സാറ്റലൈറ്റ് മെഡിസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ടെലിമെഡിസിൻ, റൈറ്റ്. അതായത് ഒരു റിമോട്ട് റീജിയനിൽ ഒരു ഡോക്ടറിന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റത്തില്ലെങ്കിൽ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദാറ്റ് പേഷ്യൻറ്റ്, റൈറ്റ്, ഇഫ് ഇറ്റ് ഈസ് നെസസറി. അതായത് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു ഡോക്ടറിൻ്റെ ഫിസിക്കൽ പ്രസൻസ് നെസസറി ആണെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി അല്ലേ. അല്ലാത്ത പക്ഷം യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദിസ് ടെലിമെഡിസിൻ സപ്പോർട്ട്. അപ്പോൾ ഈ ടെലിമെഡിസിന് വേണ്ടിയിട്ടും ഈ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും ഒക്കെ ഒരു സെപ്പറേറ്റ് സാറ്റലൈറ്റ് വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ് എന്ന് എല്ലാ മെമ്പേഴ്സും പറഞ്ഞപ്പോൾ ദിസ് പാകിസ്ഥാൻ ഷോട്ട് റെഡ് ഫ്ലാഗ്. പാകിസ്ഥാൻ പറഞ്ഞു ഇത് ശരിയാവത്തില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ എ സെക്യൂരിറ്റി കൺസേൺ. പക്ഷേ പാകിസ്ഥാൻ്റെ പുറകിൽ ചൈന എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ആൻഡ് ചൈന വാസ് ദി വൺ ഹു ഈസ് കൺട്രോളിങ് ദി പപ്പറ്റ് പാകിസ്ഥാൻ അറ്റ് ദാറ്റ് ടൈം. അങ്ങനെ ഇന്ത്യ കൊണ്ടുവരുന്ന എന്ത് നല്ല പ്രോജക്ട്സും ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ തള്ളിക്കളയുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണ് 2014 ഈ പറയുന്ന പോലെ സാർക്കിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ നരേന്ദ്രമോദിയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. സോ ദിസ് വാസ് ദി ഡയലോഗ്: ദോസ് ഹു വാണ്ട് ടു കം വിത്ത് അസ് വെൽക്കം, and to those who do not, the rest of us will continue. അത് സാർക്കിൽ അദ്ദേഹം പാകിസ്ഥാനെ ഡയറക്റ്റ് പറയാതെ, പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറയാതെ പറഞ്ഞൊരു ഡയലോഗായിരുന്നു സാർക്കിൻ്റെ 2014 മീറ്റിങ്ങിൽ. സോ ഐ വിൽ കോട്ട് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് വൺസ് അഗെയിൻ: those who want to come with us welcome, and to those who do not, the rest of us will continue. ഇത് ശരിക്കും 2014 ഈ പറയുന്ന പോലെ സാർക്കിൻ്റെ ഒരു മീറ്റിങ്ങിൽ നരേന്ദ്രമോദി കൊടുത്ത ഒരു സ്പീച്ചായിരുന്നു. ആൻഡ് ദാറ്റ് സ്പീച്ച് വാസ് ടോട്ടലി ഫോക്കസിങ് ഓൺ പാകിസ്ഥാൻ. കാരണം എന്ത് നല്ല കാര്യം വന്നാലും പാകിസ്ഥാൻ കൗണ്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആൻഡ് ഇന്ത്യയുടെ എയിം ഇതായിരുന്നു: there should be a regional organization minus Pakistan, a regional organization minus Pakistan. അപ്പോൾ ഇന്ത്യ പുതിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി എന്തിനാണ് പുതിയത് തുടങ്ങുന്നത്. ഓൾറെഡി ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു 1997. അതൊന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുക. അപ്പോൾ അത് മാത്രമായിരുന്നു ഇന്ത്യയുടെ പിന്നത്തുള്ള എയിം. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് 2014 കഴിഞ്ഞിട്ട് 2015 സാർക്ക് സമ്മിറ്റ് കഴിഞ്ഞു. 2016 ആയപ്പോൾ വി ക്യാൻ സീ ദിസ് യുറി അറ്റാക്ക്, റൈറ്റ്. യുറി അറ്റാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്തായിരുന്നു നടന്നതെന്നുള്ളത്. ഓക്കെ, എ ടെറർ ഗ്രൂപ്പ് നെയ്മ് ജംഷെ മുഹമ്മദ്, ദേ അറ്റാക്ട് ദിസ് യുറി, റൈറ്റ്, യുറി റീജിയൻ വിച്ച് ഈസ് ആക്ച്വലി എ മിലിറ്ററി റീജിയൻ ആയിരുന്നു. അത് അറ്റാക്ക് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വി ഐഡന്റിഫൈഡ് ദാറ്റ് ദിസ് ടെററിസ്റ്റ് വെയർ ട്രെയിൻഡ് ഇൻ ദിസ് പാകിസ്ഥാനി സൈഡ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ അവരെ ട്രെയിൻ ചെയ്തു, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിലായിരുന്നു അവരെ ട്രെയിൻ ചെയ്തത്. അവിടെ നിന്നായിരുന്നു ഈ സിഗ്നൽസ് എല്ലാം വന്നത് എന്ന് ഇന്ത്യ മനസ്സിലായി. ആൻഡ് ഇന്ത്യ അക്യൂസ്ഡ് പാകിസ്ഥാൻ ഫോർ ദാറ്റ്. ഇന്ത്യ അക്യൂസ്ഡ് പാകിസ്ഥാൻ ഇൻ എ ഹ്യൂജ് സൗണ്ട്, അങ്ങനെ തന്നെ നമുക്ക് പറയാം. ആൻഡ് ഇന്ത്യ യൂസ്ഡ് ഓൾ ഹെർ ഡിപ്ലോമാറ്റിക് പവർ ഇൻ ഓർഡർ ടു കൗണ്ടർ ദിസ് പാകിസ്ഥാൻ. ഇന്ത്യ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള സൗത്ത് ഏഷ്യൻ മെമ്പേഴ്സിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ സ്റ്റേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളുടെയും ഈസ്റ്റേൺ രാജ്യങ്ങളുടെയും എല്ലാ രാജ്യങ്ങളെയും സപ്പോർട്ട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ത്യ വാസ് ടോട്ടലി അക്യൂസിങ് പാകിസ്ഥാൻ അറ്റ് ദാറ്റ് ടൈം. ആ വർഷത്തെ 2016 സാർക്ക് സമ്മിറ്റ് നടക്കാൻ വന്നിരുന്നത് എവിടെയായിരുന്നു? പാകിസ്ഥാനിൽ, ഇസ്ലാമാബാദിലായിരുന്നു. ആൻഡ് ഇന്ത്യ ബോയ്ക്കോട്ടഡ് ദാറ്റ് സാർക്ക് സമ്മിറ്റ്. ആൻഡ് ഇന്ത്യ മാത്രമായിരുന്നില്ല, ഈ പറയുന്ന പോലെ ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നു, ഭൂട്ടാൻ ഉണ്ടായിരുന്നു, ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള അവരും ഇത്രയും രാജ്യങ്ങൾ, ഒരു മേജർ ചങ്ക് ഓഫ് രാജ്യങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറിയപ്പോൾ, ഈ ഒരു മീറ്റിംഗിൽ നിന്ന് മാറിയപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മീറ്റിംഗ് നടത്താൻ പറ്റൂല. ദാറ്റ് വാസ് ആക്ച്വലി അനദർ ഇമ്പോർട്ടൻറ്റ് സാർക്ക് ചാർട്ടർ. സാർക്ക് ചാർട്ടറിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. ഓക്കെ, ദർ ഷുഡ് ബി മിനിമം 5 members ടു സ്റ്റാർട്ട് എ ഗ്രൂപ്പിംഗ്. പക്ഷേ അത് അവിടെ നടക്കുകയുണ്ടായില്ല. സോ 2016 ശേഷം we can see that ഇന്ത്യ ഈ പറയുന്ന പോലെ സാർക്കിനെ പിന്തള്ളുന്ന അവസ്ഥ, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടായിട്ടുണ്ട്. ആൻഡ് ദ
one who is countering every good things that India is putting forward onto the SAARC table. അതെല്ലാം കൗണ്ടർ ചെയ്യുന്ന പാകിസ്ഥാനാണ്. അങ്ങനെ ഒരു രാജ്യം ഉണ്ടായുണ്ട്. ഇന്ത്യ വാസ് ടോട്ടലി പുള്ളിങ് ഔട്ട് ഓഫ് ദ SAARC. ആൻഡ് പിന്നെ അത് മാത്രമായിരുന്നു റീസൺ അല്ല. ഈ പറയുന്ന പോലെ 2016 യുറി അറ്റാക്കും ഇന്ത്യയെ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ഇല്ലാത്ത മറ്റൊരു റീജിയണൽ ഓർഗനൈസേഷനെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. റൈറ്റ്. സോ പാകിസ്ഥാന്റെ ഈ പറയുന്ന പോലെ നെഗറ്റീവ് ആസ്പെക്ട്സ്, okay, negative outlook, they are trying to gain something out of any organization, right? Something ഒന്നേ ഒരു എക്കണോമിക് ഗെയിൻ ആവാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ആവാം. അതായിരിക്കും അവരുടെ മെയിൻ ഇമ്പോർട്ടൻസ്. അത് മാത്രമല്ല ഇന്ത്യയെ കൗണ്ടർ ചെയ്യുക, എവിടെയാണെങ്കിലും ഇന്ത്യയെ കൗണ്ടർ ചെയ്യുക എന്നുള്ളൊരു എയിമായിരുന്നു പാകിസ്ഥാന്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ സാർക്ക് ഓർഗനൈസേഷൻ അതിനുള്ള ഒരു വേദിയാണ് എന്ന് ഇന്ത്യക്ക് മനസ്സിലായപ്പോൾ, ഓക്കെ, ഒരു സ്റ്റേജ് ആണ് എന്ന് ഇന്ത്യക്ക് മനസ്സിലായപ്പോൾ ഇന്ത്യ മൂവ്ഡ് ഔട്ട് ഓഫ് സാർക്ക്. And India focused on BIMSTEC. India pressurized, India focused on BIMSTEC, and India put lot of effort to bring back this BIMSTEC. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 2016 ശേഷം we can see that BIMSTEC was in prominent role. 2016 ശേഷം BIMSTEC ഈ പറയുന്ന പോലെ കുറേ മീറ്റിംഗ്സ്, കുറേ ഡിസ്കഷൻസ്, ഓൺലൈൻ ഡിസ്കഷൻസ്, ഓഫ്ലൈൻ ഡിസ്കഷൻ, മിനിസ്റ്റർ ലെവൽ മീറ്റിംഗ്, അങ്ങനെ കുറേ മീറ്റിംഗ്സ് BIMSTECിൻ്റെ ഇനിഷ്യേറ്റീവിൽ നടക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. 2016 ഇന്ത്യയിൽ നടന്നൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ് BIMSTECിൻ്റെ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ദി ഹിസ്റ്ററി ഓഫ് BIMSTEC. സോ ദി പ്രോഗ്രസ് ഓഫ് SAARC ഹാസ് stalled over the years due to Indo-Pak relations and what experts call Pakistan's obstructionist approach to the organization. So please write this keyword. ഇങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങളുടെ ആൻസറിങ്ങിൽ കൊണ്ടുവന്നാൽ അത്യാവശ്യം അത് നല്ലതായിരിക്കും കേട്ടോ. obstructionist approach to the organization. ഏത് ഓർഗനൈസേഷനിൽ? SAARC. Please note it down. BIMSTEC emerged as an alternative platform for the corporation, and in the 2014 SAARC summit, Prime Minister Modi called for more shared infrastructure connectivity in South Asia. അപ്പോൾ 2014 അതായത് NDA ഗവൺമെൻറ് ആദ്യമായിട്ട് പവറിൽ വന്ന ടൈം അല്ലേ? 2014 അവർ ആദ്യമായിട്ട് പവർ വരുന്നത്. സോ 2014 വന്നപ്പോൾ NDA ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ SAARC സമ്മിറ്റിൽ അവർ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുവന്ന 3 ഇനിഷ്യേറ്റീവ്സ് ആണ്. ഒന്ന് രണ്ട് മേജർ ഇനിഷ്യേറ്റീവ്സ്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ടിവിറ്റി. ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കീഴിൽ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ആയിരുന്നു SAARC സാറ്റലൈറ്റ് എന്നുള്ളത്. അതിനെയായിരുന്നു പാകിസ്ഥാൻ കൗണ്ടർ ചെയ്തത്. കണക്ടിവിറ്റി എന്നുള്ള ഇനിഷ്യേറ്റീവിൻ്റെ കീഴിൽ കൊണ്ടുവന്നായിരുന്നു എ മേജർ സൗത്ത് ഏഷ്യൻ കണക്ടിവിറ്റി. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ഉള്ള മീൻസ് ഒരു സിംഗിൾ കണക്ടിവിറ്റി, ജസ്റ്റ് ലൈക്ക് ദി യൂറോപ്യൻ യൂണിയൻ. അതിനെയും കൗണ്ടർ ചെയ്തത് പാകിസ്ഥാനായിരുന്നു. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ വാസ് ടോട്ടലി ഒപ്പോസിങ് ദാറ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് ഇന്ത്യ. And said in an indirect reference to Pakistan, Mr. Modi said, those who want to come with us, welcome, and to those who do not, the rest of us will continue. Okay. And India had also invited BIMSTEC head of the state of Mr. Modi swearing in ceremony in 2019. കണ്ടോ, അതായത് 2019 swearing in ceremoniയിൽ ഈ പറയുന്ന പോലെ BIMSTEC ലീഡേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ BIMSTECിലും കുറച്ച് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എത്രത്തോളം BIMSTEC സക്സസ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എഴുതിയെടുത്തോ, അതാണ്ട് ഈ ഒരു പോയിന്റ് അത്യാവശ്യമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കാം. ആൻഡ് എവറിത്തിങ് ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ മെറ്റീരിയലിലുണ്ട്.